ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ നാട്ടിൽ പോവാണ്. നമ്മുടെ നാട്ടിൽ ചിറ്റയുടെ വീട്ടിൽ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, എന്താണെന്ന് അറിയത്തില്ല. സോ നമ്മുടെ ഇവിടുത്തെ അച്ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലത്തെ ആദ്യത്തെ പരിപാടിയാണ്. അപ്പം ഓൾറെഡി നമ്മൾ ലേറ്റായി, കാരണം നല്ല മഴയായിരുന്നു. 2 ദിവസമായിട്ട് നല്ല മഴയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വെയിലായിരുന്നെങ്കിലും ഈ അടുപ്പിച്ച് 2 ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ട്രഡീഷണലായിട്ട് നല്ല ഒരു സൽവാറോ അല്ലെങ്കിൽ ഒരു ധാവണി സെറ്റപ്പ് അങ്ങനെയൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ്. ലാസ്റ്റ് മിനിറ്റ് ഇന്നലെയാണ് ഞാൻ ഡ്രസ്സ് എടുക്കാനൊക്കെ പോകാൻ തന്നെ പ്ലാൻ ചെയ്തത്. ഒരു 6 മണി തൊട്ട് 10 മണി വരെയും ഞാൻ തപ്പി. എനിക്ക് ഇവിടെ എറണാകുളത്തൊന്നും കിട്ടിയില്ല. റെഡിയായോ? തപ്പി എനിക്ക് എറണാകുളത്തൊന്നും കിട്ടിയില്ല. സോ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇതൊരു ഹൗസ് വാമിങ് സ്റ്റൈലല്ല. പക്ഷെ മഴയൊക്കെ അല്ലേ, നമുക്കൊന്നും കിട്ടിയതുമില്ല. നേരത്തെ ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നത്. അച്ചേട്ടൻ കാർ എടുത്തുകൊണ്ട് താഴത്ത് നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് നടന്നു പോകണം. മഴ ചാറുന്നുണ്ട്, പെട്ടെന്ന് പോയി കയറാം. ഓൾറെഡി നമ്മൾ ലേറ്റായി, എല്ലാവരും വന്നു. അപ്പോൾ നമ്മൾ വീടും എല്ലാവരും കാണാനൊക്കെ എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് പോവാം. ഞാൻ ഇന്നലെ കോള് കണ്ടോ, മഴക്കോള് ഇറങ്ങാൻ നിൽക്കുന്നൊരു പകുതി ഉറക്കത്തിലാണല്ലേ. വണ്ടി ബസ് ഇയാളെ നിർത്തി തന്നെയാണോ? കേരട്ടെ. ഗൈസ്, നമ്മൾ ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഉച്ചയാവാറായി. പക്ഷെ നമ്മളെല്ലാവരും ചപ്പാത്തിയും ബീഫ് കറിയും കഴിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഛർദ്ദിച്ചു വാരി. ഗൈസ്, കാറ് നിർത്തി ഛർദ്ദിച്ച് വാരി. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും കഴിക്കണം. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ടായിരിക്കും. നമ്മളൊരു ഹോട്ടലിൽ കയറി. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ, കണ്ടോ ആരില്ല. കൈ കഴുകാം. ഹോട്ടലുള്ള പക്ഷെ ആരുമില്ല ഗൈസ്. പക്ഷെ കൊള്ളാം, നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടലാണ്. പുറത്തോട്ട് നോക്കാം. ഞാൻ തിരിച്ച് കാറിൽ കയറണമല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒന്നാമത് ഇവിടെയൊക്കെ റോഡ് പണിയായതുകൊണ്ട് നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അയ്യോ, എനിക്ക് കാറിൽ കയറാൻ വയ്യ ഗൈസ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. എനിക്കിനി കാറിൽ കയറാൻ വയ്യ. നടന്നു പോകുന്ന ദൂരമുള്ളായിരുന്നു, നടന്നങ്ങ് പോവായിരുന്നു. പോർട്രേറ്റ് ഒന്നും എടുക്കാൻ പറ്റും. ഗൈസ്, ഫൈനലി വി റീച്ച്ഡ്. അമ്മേ, രണ്ട് താഴെ വീണ്. ഇവിടെ ഇട്ടാ ഇവിടെ സൈഡ് ഒതുക്കി ഇടുന്നത് ഈ കാട്ടിനകത്തോട്ട്. അന്ന് കണ്ട് അവിടെ ഒരു ഒമിനി കിടക്കുന്നല്ലോ. നിർത്തുമ്പോ നോക്കാം. ഇവിടെ നിർത്തിയാ മതിയോ? ചോദിച്ചേ. ഹായ്, ഗ്രാമീണമായ അന്തരീക്ഷം. ചിറ്റതോടെ നിൽക്കുന്നു. വാ. അവിഞ്ഞല്ല, എല്ലാരും അവിഞ്ഞിരിക്കുന്നു പുഴുത്ത്. അയ്യോ, നല്ല സുഖമില്ല ഇവിടെ. ഒത്തിരി ഇറങ്ങിയാ വന്നേ. മാപ്പ് നോക്കി ആതിര ചേച്ചി മാപ്പ് ഇട്ടെന്ന്. ആതിര ചേച്ചി ലൊക്കേഷൻ ഇട്ടെന്ന്, അത് നോക്കിയാ വന്നേ. ഏത് സ്ഥലം? ടെറസ് കൊള്ളാം അല്ലേ? അയ്യോ, ഇത്രയും സ്പേസ് ഉണ്ടായിരുന്നില്ലയോ ചേട്ടാ? അല്ലയോ, ആ പന്തലൊക്കെ ഇട്ടേക്ക് നല്ല സ്പേസിലാണല്ലോ. കഴിക്കാൻ എന്തോ നോക്കിയാലോ. എനിക്ക് നടന്നിട്ടില്ല, നല്ല സ്പേസ് ഉണ്ട്. നല്ല ബ്ലിസ് ഛർദ്ദിക്കാൻ എനിക്കതാ. ബ്ലിസ് ഒരു കുഴപ്പമില്ലാതിരുന്നു.
വന്നു കഴിഞ്ഞാൽ നമുക്ക് ചടങ്ങിലേക്ക് പോകാം. എല്ലാം പഠിക്കും. അമ്പാടി ഇങ്ങണി എങ്ങനെ, ഞാനും ഒരു ചേച്ചി അങ്ങനെ. ഇപ്പഴേ ഇടണം, എന്നാലേ ഒരു പിന്നെ ഇപ്പഴേ ഇടണം. സംഭാവന കൊടുക്കാൻ മുട്ടായൊക്കെ എടുത്തില്ലേ? നീ അംഗം തുടങ്ങാൻ പോവാ. ഡൈനിങ് ടേബിളിന്റെ ചെയർ എവിടാ? ഇതാണ് നമ്മുടെ വീട്. പതിനൊന്ന് 5 തൊട്ട് 11:10 വരെ 5 മിനിറ്റ് ഇന്റർവെൽ അല്ലേ? അവിടെ എന്തോ ടീച്ചറെ പഠിപ്പിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ എടുക്കും, നൈസായിട്ട് എടുത്തും കൊടുക്കും. എടാ നീയൊക്കെ കൊള്ളാം, കണ്ണമാനോട് ഒരു ഇൻഫർമേഷൻ കൊടുത്തേക്കും. പക്ഷെ ഞാൻ അങ്ങനെ അതൊന്നുമില്ല. പടി കൂട്ടല്ലേടാ മോനെ. ലൈറ്റ് ഇട്ടല്ലേ വീഡിയോ? അല്ല വെച്ച വീഡിയോ ഒന്ന് വീടിന്. ഫോട്ടോ എത്ര ഉള്ള ചേച്ചി ചോദിച്ചു. ഫോട്ടോ വന്നിട്ട് എടുക്കാം, പോയിട്ട് വരാം. ആണോ? അയ്യോ ഒന്ന് ദൈവം ഫോട്ടോ എടുത്തെടുത്ത് അല്ല ഇതിന് 2 ഫോട്ടോ എടുത്തു തരാം. അപ്പൊ നമ്മളെല്ലാരും കൂടെ നമ്മളെല്ലാരും കൂടെ പഴയ വീട്ടിലോട്ട് പോവാണ്. എന്തോ ഡ്രസ്സ് മാറാനോ എന്തോ, നമുക്ക് അങ്ങോട്ട് പോകാം. എല്ലാരും ഇറങ്ങി. നന്ദകുമാറിയേട്ടനെ വീഡിയോ നന്ദകുമാറിയേട്ടനെ വൈറലാക്കാൻ പോയി ഞാൻ. എല്ലാരും എന്റെ ഫ്രെയിമിനകത്ത് കിട്ടത്തുള്ളൂ. അമ്മേ എല്ലാരും സൈഡ് വഴി ക്യൂ ആയിട്ട് വരും. ഫ്രെയിമിലോട്ട് വരും. അവിടോട്ട് ഇടാൻ ചേട്ടനോട് പറഞ്ഞ ആ കാർ എൻ്റെ അകത്തിട്ടിടാൻ. കരോളുകാരിന്ന് എടുത്താണോ? ചായ കൊണ്ടുവരാൻ അമ്പാടി ഞാൻ ബാക്കിൽ കേട്ടോ ഒരു വീഡിയോ എടുത്തരാം. എനിക്ക് അമ്മാടി ഡയലോഗാ. നിങ്ങളുടെ മോളല്ലേ എന്റെ അമ്മ. അപ്പൂപ്പനോട് മോളും അറസൈഡി അമ്പാടി. ഇതാണ് നമ്മുടെ പഴയ വീട്. അപ്പൂന്റെ വീട് ഇതാണല്ലേ? അപ്പം അതാ അയലത്താരി ആയിരിക്കും. അയ്യോ പൂവിടാൻ പോണോ? കാറു അത്തപ്പൂ ഇടും. ഓണായിട്ട് ഞാൻ കുളിച്ച് റെഡിയാകാൻ പോവാണ് ഗൈസ്. അകത്തോട്ട് പോകാൻ എനിക്ക് ഇച്ചിരി ഉപ്പേരി എടുത്തിട്ട് പുലികളി. അതേ ടൈം 6:30 നമ്മളെല്ലാം വീണ്ടും പുതിയ വീട്ടിലോട്ട് പോവാണ്. ഇവിടെ ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം നമ്മൾ നടന്നു പോകും. ബാക്കി എല്ലാവരും പോയി. നമ്മളതേ ഭാഗ്യങ്ങണി അപ്പൂ
നമുക്കിനി അങ്ങോട്ട് നടക്കാം. ഈടുള്ളല്ലേ ലൈറ്റ് ഒന്ന്. സെപ്റ്റംബർ 11 തൊട്ടാ കണ്ട അവിടെ നിന്ന് മാറാം. ഇത് കൊള്ളാല്ലേ മാല? ആര് വാങ്ങിച്ചെന്നെയാ മാല? ആറു ആറു മാല കാണിച്ചേ, മാല കാണിച്ചെന്ന് പറഞ്ഞ അമ്മേ ചിരിക്ക്. അയ്യേ പോടാ, അവള് ഇതെടുത്ത് കൊടുക്കുന്നത് പട്ടാണി, അത് ഉരുട്ടി കളിക്കുന്നവര്. നാരങ്ങ തൊട്ട് നക്കണം കഴിച്ചു കഴിഞ്ഞ്. എനിക്കൊന്നും വേണ്ട, മെസ്സേജ് കേൾക്കരുത്. ആ പപ്പടം വാങ്ങിച്ചേ. എന്തേലും പറയാനുണ്ടോ? ഇവിടോട്ട് നോക്കി, ഇതെവിടാ ക്യാമറ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ പാട്ടുണ്ടോ ഇത് കഴിയുമ്പോ? ഇന്ന് പാട്ടൊന്നുമില്ല, പാട്ട് വെക്കുന്നുണ്ട്, പക്ഷെ ഡാൻസ് കളിക്കണം. ഇതന്നൊക്കെ അല്ലെ പിള്ളേച്ചെന്നാണ് പറയാൻ. ഞാനെടാ ഇപ്പൊ പോകുന്നു അറിയത്തില്ല, കുറച്ചു നേരം കാണും, കുറച്ചു നേരം കൂടെ കാണും. അവിടെ വരെ പോകണ്ടേ ഇനി തിരിച്ചെറണാകുളം വരെ? ചുക്ക് കാപ്പിയോ? ചുക്കിടാ ഒരു ചുക്ക് കാപ്പി. ആതിര ചേച്ചി എന്തേ? ആതിര ചേച്ചി ഫ്ലാഷ് ഉണ്ടോ ഫോൺ? ഞാൻ ഇറങ്ങുമോ ആതിര ചേച്ചി? ടാറ്റാ പാറു. ഞാൻ ഞായറാഴ്ച വരാം. അയ്യോ എന്റെ വകെ എല്ലാരും മത. എല്ലാവരോടും വെള്ളക്കിങ്ങിണി പോവാണ്. ഓക്കെ ബൈ കൊച്ചേട്ടാ. നമുക്കിനി അടുത്ത മാസം